ക്ഷേത്രത്തിലേക്കുള്ള വൈദ്യുതി ലൈൻ പോരിക്കുന്ന വഴിയിൽ വൈദ്യുതി ലൈൻ പൊട്ടി കിടക്കുകയായിരുന്നു. ഒരാഴ്ചയായി ക്ഷേത്രത്തിലേക്ക് കറണ്ടില്ല. ഇപ്പോൾ അത് ആ ലൈൻ പോകുന്ന വഴിയെല്ലാം വൃത്തിയാക്കി കൊണ്ടിരിക്കുന്നു. ഏകദേശം പണി തീരാറായി. പണി നടന്നുകൊണ്ടിരിക്കുന്നു. ഇത്ര ഏരിയ കംപ്ലീറ്റ് അവർക്ക് KCBയുടെ വർക്കേഴ്സിന് വരാൻ വേണ്ടിയിട്ടുള്ള വഴി ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. സ്വാമി ഇവിടെയുണ്ട്. ജയ് സീതാറാം, നമസ്തേ. ഒരാഴ്ച ഏകദേശം ഇവിടെ കറണ്ട് പോയിട്ട് നമ്മൾ ഇവർ മരം മുറിഞ്ഞ് വീണാണെന്നുള്ളത് നമ്മൾ പിന്നെയാണ് അറിയണത്. ചൊവ്വാഴ്ച രാവിലെ ഒന്ന് പരാതി കൊടുത്തു. പിന്നെ ഇന്നലെ മിനിയാന്ന് പിന്നെയും ചെന്നു. അപ്പോൾ അവർക്ക് കോൺട്രാക്ട് ഷാപ്പ് ഉണ്ടെങ്കിലും അവരൊന്നും വെട്ടില്ല, നമ്മൾ വെട്ടി കൊടുക്കേണ്ട ഒരു അവസ്ഥയാണ്. നമ്മൾ 2-3 പേരെ വെച്ചിട്ട് ഇവിടുന്ന് പിന്നെ അങ്ങോട്ട് ഉണ്ട്. മൊത്തത്തിൽ ഇത് കാട് ഏത് കാലത്ത് വെട്ടിയെന്ന് എനിക്കറിയില്ല. ശരിക്ക് ലൈൻ്റെ അറ്റം അവിടെയാണ്. അവിടം വരെ വൃത്തിയാക്കേണ്ട അത് ചെയ്തിട്ടില്ല. മരം വീണെടുക്കുന്നു. അങ്ങനെ ഈ പോസ്റ്റ് കഴിഞ്ഞ് പിന്നെ അവിടെ നിന്നും വഴിയുണ്ട് അങ്ങനെ അതിൻ്റെ റോട്ടിലേക്ക്. ഇതൊക്കെ നമ്മൾ വെട്ടി കയറിയിരിക്കുകയാണ്. അപ്പോൾ ആയതുകൊണ്ട് എന്താ പറയുക, ഇന്നും ഞായറാഴ്ചയൊക്കെയാണ് സ്റ്റാഫില്ല. തരുമെന്ന് നമുക്കറിയില്ല. എന്തായാലും ഒരാഴ്ച ആയിട്ട് ക്ഷേത്രത്തിൽ കറണ്ടില്ല. മഴയത്ത് ഭയങ്കര മഴയാണ്. എന്താ പറയുക, നാളെ കഴിഞ്ഞ് മറ്റന്നാ പ്രതിഷ്ഠാ വാർഷികമാണ്. എല്ലായിടത്തും കറണ്ട് പോയിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റേതായ സഹകരണം നമ്മളും കൊടുത്തിട്ടുണ്ട്. എന്നിട്ടും നമ്മളിപ്പോൾ മരം കൂടി മുറിച്ച് മാറ്റാനുണ്ട്. ബാക്കി ഏകദേശം ഒരു കാടിൻ്റെ 95% പണി കഴിഞ്ഞ് ഇനി ആ മരം കൂടി ഒന്ന് മാറ്റിയ പരിപാടി കഴിഞ്ഞു. അപ്പോൾ പറഞ്ഞതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്കും ഒരു ഉത്തരവാദിത്വം ഉണ്ടാകുന്ന വെച്ചാൽ കൃത്യമായിട്ട് ഓടി വന്നിട്ട് പോയിന്നല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. തീർച്ചയായിട്ടും ഇത് ക്ഷേത്രം കോട്ടിൽകോവിലം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമാണ്. അതിൻ്റെ കിഴക്ക് വശത്തുള്ള ഭാഗമാണ്. യൂതന്മാരുടെ ശ്മശാനത്തിൻ്റെ ഇടയ്ക്കേക്കൂടെയുള്ള പോസ്റ്റാണ്. ഇത്തിരി ബുദ്ധിമുട്ടുകളുണ്ട്. എന്തായാലും അതെല്ലാം നമ്മളാണ് ചെയ്യുന്നത്, കോൺട്രാക്ടർമാരല്ല. അത്രേ ഉള്ളൂ പറയാം. ജയ് ശ്രീറാം.